ഹായ് മക്കളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മുടെ SSLC അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് 1-ലെ മൂന്നാമത്തെ ചാപ്റ്റർ, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, ഒരു വലിയ നീണ്ട നാടകമാണ്. ആ നീണ്ട നാടകം ആദ്യം മുതൽ വായിച്ച് അവസാനെത്തുമ്പോഴേക്കും ആദ്യത്തെ ആശയം എന്തായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് ഒരു സമ്മറി ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ കൃത്യമായിട്ടൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, നാടകത്തിന് മാറ്റമൊന്നും വരുത്തുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സമ്മറി രൂപവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, അങ്ങ് തരാൻ പോവാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് മക്കൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ പാഠഭാഗം ഒരു തവണ വായിച്ചിരിക്കണം. ഇനി അല്ലെങ്കിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. എന്നാൽ ആ പാഠഭാഗം സെറ്റാണ്. പിന്നെ ഫൈനൽ എക്സാം വരെ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഈ പാഠഭാഗം മറക്കൂല. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, ഒരു നാടകമാണ്. ആരുടെ നാടകമാണ്? ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ നാടകമാണ്. ഡോക്ടർ വയല വാസുദേവൻ പിള്ള കേരളത്തിലെ പ്രമുഖ നാടകകൃത്ത്. 1943 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള വയല ഗ്രാമത്തിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ജി ശങ്കരപ്പിള്ളയുടെ ശിഷ്യനായി നാടക മേഖലയിൽ കടന്നു വന്ന വയല തനത് നാടക സങ്കല്പങ്ങളെയും വിശ്വോത്തര നാടക ധാരകളെയും സമന്വയിപ്പിച്ച വ്യക്തിയാണ്. വിശ്വദർശനം, തുളസീവരം, രംഗഭാഷ, അഗ്നി, വരവേൽപ്പ്, കുചേലഗാഥ, കുഞ്ഞിച്ചിറകുകൾ, സ്വർണ്ണക്കൊക്കുകൾ, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 29 അന്തരിച്ചു. സെറ്റാണല്ലോ. ആരാണ്? ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ പാഠസംഗ്രഹം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റാക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളണം, കൂടെ വന്നോളണം. പക്ഷി ശാസ്ത്രകാരൻ, ഒരു കഥാപാത്രം ആരാണ്? പക്ഷി ശാസ്ത്രകാരൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ വളർത്തു പക്ഷികൾ, നെല്ല് കൊത്തുന്ന വയലിൻ്റെ ഉടമ, ഇത്രയും അടങ്ങുന്ന കഥാപാത്രങ്ങളും ഒരു രംഗവും മാത്രമുള്ള നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. സെറ്റാണല്ലോ. പക്ഷി ശാസ്ത്രകാരൻ, അദ്ദേഹത്തിൻ്റെ വളർത്തു പക്ഷികൾ, നെല്ല് കൊത്തുന്ന വയലിൻ്റെ ഉടമ, ഇത്രയും അടങ്ങുന്ന കഥാപാത്രങ്ങളും ഒരു രംഗവും മാത്രമുള്ള നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. സെറ്റ്. അരയാലിൻ്റെ ചോട്ടിൽ കൊക്കുരുമിച്ചും ചിറകടിച്ചും സന്തോഷിക്കുന്ന പക്ഷികളുടെ അടുത്തേക്ക് അന്ധനായ പക്ഷി ശാസ്ത്രജ്ഞൻ പ്രവേശിക്കുന്നതോടെ നാടകം ആരംഭിക്കുന്നു. അപ്പം നമ്മുടെ പക്ഷി ശാസ്ത്രജ്ഞൻ എങ്ങനെയുള്ള ആളാണ്? അന്ധനാണ്, കണ്ണ് കാണാത്ത ആളാണ്. ഓരോ അനുഭവങ്ങൾ കിളികൾ പക്ഷി ശാസ്ത്രജ്ഞനോട് പറയുന്നുണ്ട്. അവർ ഓരോ ദിവസവും നെല്ല് തേടി പോകുന്ന സമയത്ത്, തീറ്റ തേടി പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളും കൊണ്ട അനുഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവയിൽ നിന്നും കൂട്ടം തെറ്റിപ്പോയ കിളിയെക്കുറിച്ചും അതെവിടെ പോയി എന്നതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു പക്ഷി ശാസ്ത്രകാരനോട്. ഓരോ കിളികളും പക്ഷി ശാസ്ത്രജ്ഞനോട് അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയുന്നു. വനമെല്ലാം മനുഷ്യർ വെട്ടിത്തെളിച്ചതിനാൽ കിളികൾ എവിടെ ചേക്കേറും എന്ന് ആലോചിച്ച് പക്ഷി ശാസ്ത്രജ്ഞൻ വിഷമിക്കുന്നു. ആ സമയത്ത് വിശപ്പിന് നെൽക്കതിർ കൊത്താൻ അടുത്തെങ്ങാനും വയലുണ്ടോ എന്ന കിളികളുടെ അന്വേഷണത്തിന് പഴുത്ത നെൽക്കതിർ വിളഞ്ഞു കിടക്കുന്ന വയൽ എവിടെയാണെന്ന് പക്ഷി ശാസ്ത്രജ്ഞൻ പറയുന്നു. ഒപ്പം വനം നശിച്ചതിനെക്കുറിച്ചും നശിപ്പിച്ചതിനെക്കുറിച്ചും പക്ഷി ശാസ്ത്രജ്ഞൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരെ രാക്ഷസൻ എന്നാണ് പക്ഷി ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിക്കുന്നത്. ഈ കാടുകളൊക്കെ നശിപ്പിച്ച് വെട്ടിമാറ്റുന്ന, സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ഇല്ലാതാക്കുന്ന മനുഷ്യരെ എന്താണ് വിളിക്കുന്നത്? രാക്ഷസർ എന്നാണ് പക്ഷി ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിക്കുന്നത്. നെൽക്കതിരുമായി തിരിച്ചു വന്നാൽ എവിടെ കൂടുകൂട്ടും എന്നോർത്ത് കിളികൾ വിലപിക്കുന്നു. എങ്കിലും അവർ നെൽക്കതിർ കൊത്താൻ പോകുന്നു. അവർ പോയപ്പോൾ പാടത്തിൻ്റെ ഉടമ വരുന്നു. കതിര് കൊത്തുന്ന കിളികളെ പറത്തിവിട്ടവനെ തിരക്കിയാണ് അയാളുടെ വരവ്. കതിര് കൊത്താൻ വേണ്ടിയിട്ട് കിളികളെ ആരാണോ പറത്തിവിട്ടത് അയാളെ കണ്ടുപിടിക്കാനാണ് ആ പാടത്തിൻ്റെ ഉടമ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അയാൾ വില്ലും അമ്പുമായിട്ടാണ് വരുന്നത്. പക്ഷി ശാസ്ത്രജ്ഞനെ ഇല്ലാതാക്കാനാണ് താൻ വന്നതെന്ന് വയലിൻ്റെ ഉടമ പറയുന്നു.
എല്ലാം എനിക്കറിയാമെന്ന് പക്ഷിശാസ്ത്രജ്ഞൻ. എന്നിട്ട് പക്ഷി ശാസ്ത്രജ്ഞൻ ധ്യാനിക്കുന്നു. അപ്പോൾ ഉടമ എന്ത് ചെയ്യുന്നു? അയാളുടെ നേരെ അമ്പയക്കുന്നു. പക്ഷി ശാസ്ത്രജ്ഞൻ മുറിവേറ്റ് വിലപിക്കുന്നു. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുന്നു. അവിടെ നിന്നിരുന്ന വെള്ളപ്പൂക്കൾക്കൊക്കെ നിറം മാറുന്നു, എല്ലാം ചുവക്കുന്നു. ഇതു കണ്ട് നിലമുടമ പരിഭ്രാന്തനാകുന്നു. ചുവന്ന പൂക്കൾ നിറയുന്നു, കിളികൾ പറന്നു വരുന്നു. ഗുരുവിനെ കണ്ടും ചുവന്ന പൂക്കൾ കണ്ടും ഭയക്കുന്നു. അവർ ഗുരുവിനെ അന്വേഷിക്കുന്നു. ഗുരുവിന്റെ വിലാപം കേട്ട് ഓടുന്നു. അവിടെ ചെല്ലുന്നു. മാറിൽ തറച്ച അമ്പ് ആ പക്ഷികൾ കാണുന്നു. അവർ അമ്പുകൾ ഊരുന്നു. അതോടെ ആ കിളികളുടെ നിറവ് എന്തായി മാറുന്നു? ചുവന്നതായി മാറുന്നു. കിളികൾ ശരങ്ങൾ കൊണ്ട് ശയ്യ ഒരുക്കുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ അവിടെ കിടക്കുന്നു. കിളികൾ കരയുന്നു. അപ്പോൾ ഭയന്ന് വിറച്ച് ഉടമ വരുന്നു. കാരണം എന്താണ്? ആ ഉടമയുടെ തോട്ടത്തിലെയും പൂക്കളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ചുവന്നിരിക്കുന്നു. ചങ്ങാതി പേടിക്കണ്ട, പക്ഷികൾ ഉടമയോട് പറഞ്ഞു. ഒരു കുരുവി പറഞ്ഞു, ഞങ്ങളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട് ആരെയും വെറുക്കരുത് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയും വെറുക്കുന്നില്ല. നീ ഞങ്ങളോടൊപ്പം പറക്കുക. എനിക്ക് ചിറകുകളില്ലല്ലോ എന്ന് ഉടമ പറഞ്ഞപ്പോൾ നിനക്ക് സ്വർണ്ണ ചിറകുകൾ തരാമെന്ന് കിളികൾ പറഞ്ഞു. അപ്പോൾ പൂക്കൾ വീണ്ടും വെളുത്തു. സ്വർണ്ണ ചിറകുമായി ഉടമ അവരോടൊപ്പം കൂടി. ഇതായിരുന്നു നമ്മുടെ നാടകത്തിന്റെ ആകെ രത്ന ചുരുക്കം. ഇനി ചോദ്യോത്തരത്തിലേക്ക് വരാം. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക. ചോദ്യം എന്താണ്? ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാൻ പ്രകൃതി നൽകിയ അനുഗ്രഹവുമായി ഭൂമിയിൽ വന്നവരാണ് പക്ഷികൾ. കാടത്തം കൈമുതലാക്കിയ മനുഷ്യർ, നാടക ഭാഷയിൽ രാക്ഷസന്മാർ, വനം മുഴുവൻ നശിപ്പിച്ചത് കാരണം തീറ്റയില്ലാതെ തങ്ങാനിടമില്ലാതെ മരിച്ചു വീഴുകയാണ് ആ പക്ഷികൾ. പക്ഷിശാസ്ത്രജ്ഞൻ ഒടുവിൽ കൂട്ടിനെത്തി. പക്ഷികൾ എവിടെ ചേക്കേറും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചേക്കേറാൻ ഇടമില്ലാതെ ജീവികൾ മരിക്കുന്നു. ഈ പ്രധാന ആശയമാണ് നാടകത്തിലെ മുഖ്യ ബിന്ദു. കൂടാതെ അഹിംസയുടെ നാടാണ് ഭാരതം, അതുകൊണ്ട് കൂരം പെയ്തവനും മാപ്പ് നൽകുക എന്ന സന്ദേശം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. നിലമുടമ പക്ഷിശാസ്ത്രജ്ഞനെ അമ്പെയ്ത് വീഴ്ത്തി. അവനെ കൊത്തിക്കൊല്ലണമെന്ന് കിളികൾ പറഞ്ഞപ്പോൾ പക്ഷി ശാസ്ത്രജ്ഞൻ എതിർത്തു. അവന് മാപ്പ് നൽകുക, അതിലൂടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ പൂർണ്ണ മനുഷ്യനാവട്ടെ. ഈ സാമൂഹ്യ പ്രതിബദ്ധതയാണ് മറ്റൊരാശയം. അപ്പൊ നാടകത്തിന്റെ ആശയം ഓർമ്മയിൽ വെച്ചേക്കുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാൻ പ്രകൃതി നൽകിയ അനുഗ്രഹവുമായി ഭൂമിയിൽ വന്നവരാണ് പക്ഷികൾ. കാടത്തം കൈമുതലാക്കിയ മനുഷ്യർ, നാടക ഭാഷയിൽ വിളിക്കുന്നത് എന്താണ്? മനുഷ്യരെ രാക്ഷസന്മാർ എന്നാണ്. അവർ വനം മുഴുവൻ നശിപ്പിച്ചത് കാരണം തീറ്റയില്ലാതെ തങ്ങാനിടമില്ലാതെ മറ്റു ജീവജാലങ്ങൾ മരിച്ചു വീഴുകയാണ്. പക്ഷിശാസ്ത്രജ്ഞൻ ഒടുവിൽ ഈ പക്ഷികളുടെ കൂട്ടിനെത്തി. പക്ഷികൾ എവിടെ ചേക്കേറും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചേക്കേറാൻ ഇടമില്ലാതെ ജീവികൾ മരിക്കുന്നു. ഈ പ്രധാന ആശയമാണ് നാടകത്തിലെ മുഖ്യ ബിന്ദു. കൂടാതെ അഹിംസയുടെ നാടാണ് ഭാരതം, അതുകൊണ്ട് കൂരം പെയ്തവനും മാപ്പ് നൽകുക. ഇതാണ് നമ്മുടെ ഒരു സിദ്ധാന്തം. നിലമുടമ പക്ഷിശാസ്ത്രജ്ഞനെ എഴുതി വീഴ്ത്തി. അവനെ കൊത്തിക്കൊല്ലണമെന്ന് കിളികൾ പറഞ്ഞപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ എതിർത്തു. അവന് മാപ്പ് നൽകുക, അതിലൂടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ പൂർണ്ണ മനുഷ്യനാവട്ടെ. ഈ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇതിനകത്തുള്ള മറ്റൊരാശയം. സെറ്റാണല്ലോ മക്കളെ? ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രകാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിന്റെ ഇന്നത്തെ പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രകാരൻ, ഉടമ, ഇവരെ വിലയിരുത്തുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പക്ഷിശാസ്ത്രജ്ഞനും ഉടമയും. അപ്പൊ ആദ്യം നമുക്ക് പക്ഷിശാസ്ത്രജ്ഞൻ എന്താ നോക്കാം. അന്ധനെങ്കിലും ഉൾക്കാഴ്ചയുള്ളവൻ, പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവൻ, അഹിംസയിൽ വിശ്വസിക്കുന്ന മാർഗദർശി. ഗാന്ധി, ക്രിസ്തു തുടങ്ങിയവരുടെ പ്രതിനിധിയായി വേണമെങ്കിൽ ആര് വ്യാഖ്യാനിക്കാം? നമ്മുടെ പക്ഷിശാസ്ത്രകാരനെ വ്യാഖ്യാനിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിബോധത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമാണ് പക്ഷിശാസ്ത്രകാരൻ. സെറ്റാണല്ലോ? പക്ഷിശാസ്ത്രകാരൻ എന്താണ്? അന്ധനെങ്കിലും
ഉൾക്കാഴ്ചയുള്ളവനാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവനാണ്. അഹിംസയിൽ വിശ്വസിക്കുന്ന മാർഗദർശി. ഗാന്ധിജി, ക്രിസ്തു തുടങ്ങിയവരുടെ പ്രതിനിധിയായി വ്യാഖ്യാനിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ബോധത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമാണ് പക്ഷിശാസ്ത്രകാരൻ. സെറ്റ്. ഇനി നാടകത്തിലെ സ്ഥലമുടമ പ്രകൃതിയെയും സഹജീവികളെയും സ്വന്തം ലാഭത്തിനായി ചൂഷണം ചെയ്യുന്നവനാണ്. നാടകത്തിലെ സ്ഥലമുടമ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെയാകട്ടെ സഹജീവികളെയാകട്ടെ ചൂഷണം ചെയ്യുന്നവനാണ്. അധികാരത്തിനും ഭൗതിക നേട്ടങ്ങൾക്കുമായി മൂല്യങ്ങൾ ഉപേക്ഷിച്ചവൻ. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന വിഭവങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യന്റെ പ്രതിനിധിയാണ് ആര്? നമ്മുടെ സ്ഥലമുടമ. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന വിഭവങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യന്റെ പ്രതിനിധി. അവസാനം തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ കിളികളാകട്ടെ നിഷ്കളങ്കരായ പ്രകൃതിയുടെ മക്കളാണ്. ചൂഷണത്തിന് ഇരയാകുന്നവർ, എന്നാൽ സ്നേഹവും കൂട്ടായ്മയും ഉള്ളവർ. പ്രതികാരത്തിന് പകരം കാരുണ്യം കാണിക്കുന്നവരാണ്. സമൂഹത്തിലെ സാധാരണക്കാരെയും ഇരകളെയും പ്രതിനിധീകരിക്കുന്നു. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ കിളികൾ നിഷ്കളങ്കരായ പ്രകൃതിയുടെ മക്കളാണ്. ചൂഷണത്തിന് ഇരയാകുന്നവർ, എന്നാൽ സ്നേഹവും കൂട്ടായ്മയും ഉള്ളവർ. പ്രതികാരത്തിന് പകരം കാരുണ്യം കാണിക്കുന്നവരാണ്. സമൂഹത്തിലെ സാധാരണക്കാരെയും ഇരകളെയും പ്രതിനിധീകരിക്കുന്നു. പ്രകൃതിനാശം, വനനശീകരണം, അധികാര ദുർവിനിയോഗം, ഭൗതികവാദം എന്നിവ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഈ നാടകത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രകൃതിനാശം, വനനശീകരണം, അധികാര ദുർവിനിയോഗം, ഭൗതികവാദം എന്നിവ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഈ നാടകത്തിന് വലിയ പ്രസക്തിയുണ്ട്. സെറ്റാണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. അതിലെ കഴിഞ്ഞില്ല. പ്രകൃതി ചൂഷണത്തിനെതിരെയും ആക്രമണത്തിനെതിരെയും സ്നേഹത്തിന്റെയും അഹിംസയുടെയും സന്ദേശം നാടകം നൽകുന്നു. വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയും നഷ്ടപ്പെടുന്ന മാനുഷിക മൂല്യങ്ങൾക്കെതിരെയും നാടകം വിരൽ ചൂണ്ടുന്നു. പ്രകൃതിയിലേക്കും സഹാനുഭൂതിയിലേക്കും മടങ്ങേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. സെറ്റ്. ചിറകുവെച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക. എന്താണ് ചിറക് വെച്ച ചിന്തകൾ? എന്താണ് തീപിടിച്ച സ്വപ്നങ്ങൾ? നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക. ചിറക് വെച്ച ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോഗമാണിത്. സ്വാതന്ത്ര്യത്തോടെ ഉയർന്നു പറക്കുന്ന ചിന്തകളെയും ആശയങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു. എന്താണ് ചിറക് വെച്ച ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രയോഗമാണിത്. സ്വാതന്ത്ര്യത്തോടെ ഉയർന്നു പറക്കുന്ന ചിന്തകളെയും ആശയങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു. ഇനി അടുത്തെന്താണ്? തീ പിടിച്ച സ്വപ്നങ്ങൾ. വേദനയും ശക്തിയും ദുഃഖവും കലർന്ന സ്വപ്നങ്ങളെയാണ് തീ പിടിച്ച സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. വേദനയും ശക്തിയും ദുഃഖവും കലർന്ന സ്വപ്നങ്ങൾ. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എന്ന് ആശയം. അതിനാണ് തൂണിലും തുരുമ്പിലും. തെണ്ടികളുടെ പറുദീസ. ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ലോകത്തെക്കുറിച്ചുള്ള വിരോധാഭാസപരമായ പരാമർശമാണ് തെണ്ടികളുടെ പറുദീസ. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. കൊള്ളക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിൽ ഈ മരത്തിലെത്തി. ഈ വാക്കുകൾ നാടകത്തിലെ ഏത് പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? വിവരിക്കുക. പ്രകൃതി ചൂഷണവും അതിൻ്റെ ഫലമായി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന നിസ്സഹായരായ ജീവികളുടെ അവസ്ഥയുമാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. എന്താണ്? പ്രകൃതി ചൂഷണവും അത് കാരണം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന പ്രതികരിക്കാൻ കഴിയാത്ത ജീവികളുടെ അവസ്ഥയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം വനങ്ങൾ നഷ്ടപ്പെടുന്നതും അഭയം തേടി ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്നതുമായ ജീവജാലങ്ങളുടെ ദുരവസ്ഥ ഇത് കാണിക്കുന്നു. തങ്ങൾക്ക് തണലേകിയ മരം വെട്ടിയവന് പോലും കാരുണ്യം നൽകുന്ന പക്ഷികളുടെ മനോഭാവവും. എന്നാൽ മനുഷ്യന്റെ തുടർച്ചയായ ചൂഷണം മൂലം അവസാന ആശ്രയവും നഷ്ടപ്പെടുമോ എന്ന ഭയവും ഇവിടെ വ്യക്തമാണ്. പ്രകൃതി ചൂഷണവും അതിൻ്റെ ഫലമായി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന നിസ്സഹായരായ ജീവികളുടെ അവസ്ഥയുമാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം വനങ്ങൾ നഷ്ടപ്പെടുന്നതും അഭയം തേടി ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്നതുമായ ജീവജാലങ്ങളുടെ ദുരവസ്ഥ ഇത് കാണിക്കുന്നു. തങ്ങൾക്ക് തണലേകിയ മരം വെട്ടിയവന് പോലും കാരുണ്യം നൽകുന്ന പക്ഷികളുടെ മനോഭാവവും. എന്നാൽ മനുഷ്യന്റെ തുടർച്ചയായ ചൂഷണം മൂലം അവസാന ആശ്രയവും നഷ്ടപ്പെടുമോ എന്ന ഭയവും ഇവിടെ വ്യക്തമാണ്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, പക്ഷിശാസ്ത്രകാരൻ, ഉടമ എന്നീ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. നമ്മൾ ചെയ്ത സാധനം തന്നെയാണ്, നേരത്തെ നോക്കിയ കാര്യമാണ്. നോക്കുക. അപ്പോൾ കടലിളകി
കൂട് പൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ, നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? ഒരു കിളിയുടെ ഈ ചോദ്യത്തില് കടലിളകി കൂട് പൊളിയുക എന്ന പ്രയോഗത്തിന്റെ സവിശേഷാർത്ഥം എന്താണ്? അപ്പോൾ കടലിളകി കൂട് പൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ, നിന്നെ തിരകൾ വിഴുങ്ങില്ലേ എന്നൊരു കിളി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തില് കടലിളകി കൂട് പൊളിയുക എന്ന പ്രയോഗത്തിന്റെ സവിശേഷാർത്ഥം എന്താണ്? കടലിന് മുകളിൽ കൂട് വെച്ചാൽ നേരിടാവുന്ന യഥാർത്ഥ അപകടത്തെക്കുറിച്ച് പറയുന്നതിനൊപ്പം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെയും തകർച്ചകളെയും കൂടിയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. സുരക്ഷിതമെന്ന് കരുതുന്ന ആശ്രയങ്ങൾ പോലും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം എന്ന ഭയവും ആശങ്കയുമാണ് കിളി ഇവിടെ പങ്കുവെക്കുന്നത്. ഉറക്കം തീരുക, തിരകൾ വിഴുങ്ങുക എന്നിവ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനെയും വലിയ ആപത്തുകൾ സംഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. കടലിന് മുകളിൽ കൂടുവെച്ചാൽ നേരിടാവുന്ന യഥാർത്ഥ അപകടത്തെക്കുറിച്ച് പറയുന്നതിനൊപ്പം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെയും തകർച്ചകളെയും കൂടിയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. സുരക്ഷിതമെന്ന് കരുതുന്ന ആശ്രയങ്ങൾ പോലും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം എന്ന ഭയവും ആശങ്കയുമാണ് കിളി ഇവിടെ പങ്കുവെക്കുന്നത്. ഉറക്കം തീരുക, തിരകൾ വിഴുങ്ങുക എന്നിവ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിനെയും വലിയ ആപത്തുകൾ സംഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. സെറ്റ്. അപ്പോൾ നാടകം നന്നായിട്ട് വായിച്ച് ചോദ്യോത്തരം സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? മക്കൾ മറക്കാതെ രേഖപ്പെടുത്തിയേക്കണം. ഓക്കെ, താങ്ക് യു.